കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ 18-ാം ദിനം നമ്മൾ വീണ്ടും പ്രാർത്ഥനയോടെ ഓരോ വിശ്വാസികൾ കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ പ്രാർത്ഥനാ മനോഭാവത്തോടെ ഈ നോയമ്പ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും ജീവിക്കുന്നു എന്നൊരു വലിയ സന്തോഷം നമുക്കുണ്ട്. പക്ഷേ ഈ സന്തോഷത്തെ പൂർണ്ണമായി സന്തോഷം ആക്കി തീർക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് നോയമ്പെന്ന് പറഞ്ഞാൽ മറ്റ് വ്യക്തികളെ കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ല എൻ്റെ നോയമ്പും, മറ്റ് വ്യക്തിയുടെ അല്ലെ മറ്റൊരു വ്യക്തി എന്നെ പ്രശംസിക്കണം എന്നൊരു കാരണം ആകല്ലേ നോയമ്പ്. നോയമ്പ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള രഹസ്യബന്ധമാണ്, രഹസ്യ സ്നേഹത്തിൻ്റെ ഒരു സംഭാഷണമാണ്, സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു നിമിഷമാണ് ഞാനും എൻ്റെ കർത്താവും. നമ്മളിന്ന് എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 18-ാം വാക്യം, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുമാവട്ടെ, രഹസ്യമായിക്കോട്ടെ, തിന്മ ആവട്ടെ, നന്മയാകട്ടെ, എന്തായാലും എല്ലാം ദൈവത്തിനറിയാം. നമുക്ക് കർത്താവിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. എന്ത് കാണിച്ചാലും മനസ്സിൽ ആ ഒരു പാപത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി മനസ്സിൽ അത് രൂപം കൊള്ളുന്നത് തന്നെ ദൈവം അറിയുന്നുണ്ട്. നന്മയാണെങ്കിൽ അത് ദൈവം തന്ന ദാനമാണ്, തിന്മയാണെങ്കിൽ ഞാനായിട്ടുണ്ടാക്കിയ എൻ്റെ ചില മോശപ്പെട്ട സ്വഭാവ രീതികളാണെന്ന് മനസ്സിലാക്കുക. ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, ഒരു അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. എപ്പോഴും മനസ്സിലാക്കുക, ഉപവാസം എന്ന് പറഞ്ഞാൽ അത് മറ്റ് വ്യക്തികളെ കാണിക്കേണ്ട ഒരു പ്രഹസനമല്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ ദൈവമായി പ്രാർത്ഥിക്കുക, ദൈവമായി സംസാരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ശക്തിയെ അത് തിരിച്ചറിയുക. ഞാനായിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്യുന്നുണ്ട്, എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ മുമ്പോട്ട് നയിക്കുന്നുണ്ട്, ഈ സ്നേഹത്തിൽ പൂർണ്ണതയിൽ ദൈവം എന്നെ നയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നന്മയും തിന്മയും തിരിച്ചറിയുക. ഇന്നലെ വരെ ചെയ്ത നന്മകൾ ഇന്ന് ഞാൻ തുടരുന്നുണ്ടോ? ഇന്നലെ വരെ ചെയ്ത തിന്മകൾ ഞാനത് ഉപേക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ശിരസിൽ എണ്ണ അല്ലെങ്കിൽ ശിരസിൽ എണ്ണ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖം കഴുകിക്കൊണ്ട് നമ്മൾ മറ്റ് വ്യക്തിയുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒരു ഫ്രഷായി അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു നല്ലൊരു രൂപത്തിൽ നമ്മൾ അവരെ കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ നോയമ്പിൽ ഞാൻ സന്തോഷിക്കുന്നു, എൻ്റെ ത്യാഗത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, ഈ നോയമ്പ് കഠിനമായ നോയമ്പാണ്, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ തമ്പുരാന് വേണ്ടി ഇതെല്ലാം സഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് സന്തോഷം മാത്രമേ തരുന്നുള്ളൂ, എൻ്റെ ആത്മാവിനെ ഒരു പൂർണ്ണ മാനസാന്തരത്തിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ കാര്യം ഈ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിതാണെന്ന്, നോയമ്പിൽ നമ്മൾ ഏറ്റവും അധികം മറ്റ് വ്യക്തികളുടെ പ്രശംസ സ്വീകരിക്കാതെ ദൈവമായി സംസാരിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്നും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, ദൈവമായി ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പെട്ട വഴികളും കഷ്ടപ്പാടുകളെല്ലാം ദൈവം മാറ്റിത്തരും. നമുക്ക് നല്ലൊരു പാത ദൈവം നമുക്ക് ഒരുക്കി തരും. ഈ നോയമ്പിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കാം, നവീകരിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രകളും അത് അനുഗ്രഹപ്രദമായി തീരട്ടെ. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.